ISL സ്റ്റാർട്ട് ചെയ്യാൻ ഇനി 2-3 മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അടുത്ത മാസം സൂപ്പർ കപ്പ് ആരംഭിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കറ്റാല ജിമിനസ് 3 മെയ് 1980 ബാഴ്സലോണയിലെ സ്പെയിനിലാണ് ജനനം. 45 വയസ്സാണ്. അദ്ദേഹം 1.85, അതായത് നല്ല ഹൈറ്റുള്ള ഒരു സെൻട്രൽ ബാക്കാണ് സ്പെയിനിൻ്റെ. പണ്ട് കളിച്ചിരുന്ന ഒരു പ്ലെയറാണ്. ഇപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ വീഡിയോയിലൂടെ തരാം. 1999 എസ്പെന്യോൾ ബി, 2000 മുതൽ 2003 എസ്പെന്യോൾ, 2003 സെറസ് എന്ന ക്ലബ്ബ്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ട് ബൂട്ട് കെട്ടിയിട്ടുള്ള ഒരു താരമാണ് ഡേവിഡ് കറ്റാല ജിമിനസ്. എന്നാൽ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് അർജൻറ്റീനയിലെ പ്രസിദ്ധമായ കോച്ചായിട്ടുള്ള നമ്മുടെ ലയണൽ സ്കലോണി, അദ്ദേഹവുമായിട്ട് ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിന് ചെറിയൊരു ബന്ധമുണ്ട്. അത് എന്താണെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു കോച്ചിൻ്റെ കോച്ചിങ് കരിയറിൻ്റെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു ചടപ്പായിരിക്കും. പക്ഷേ 2-3 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2023 NK ഇസ്ട്ര എന്ന് പറയുന്ന ക്രൊയേഷ്യൻ ഫുട്ബോൾ ലീഗിലെയാണ് അദ്ദേഹം പരിശീലിപ്പിച്ചിരുന്നത്. പക്ഷേങ്കിൽ ഇദ്ദേഹം 7 ഫെബ്രുവരിയിൽ 19 മത്സരങ്ങളിൽ 5 ജയം മാത്രമായിട്ട് ഇദ്ദേഹം അവിടുന്ന് പോരായിരുന്നു. പിന്നീട് ഇദ്ദേഹം പരിശീലിപ്പിച്ചത് 2024 ഒരു കൊല്ലത്തെ കരാറിൽ. അദ്ദേഹത്തിന് അവിടുന്ന് ഡിസ്മിസ് ചെയ്തു. കാരണം വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ കോച്ചായ ഡേവിഡ് കറ്റാലയുടേത്. 7 മത്സരങ്ങളിൽ നിന്ന് ഒരു മത്സരം പോലും വിജയിച്ചിട്ടില്ല. അതായത് ഈ ഒരു 2-3 വർഷം പഴക്കമുള്ള കോച്ചിങ് കരിയർ നോക്കുകയാണെങ്കിൽ ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു കോച്ചാണ് ഡേവിഡ് കാറ്റലസ്. പക്ഷേ സന്തോഷകരമായ മുഹൂർത്തം എന്താണെന്ന് പറഞ്ഞാൽ അർജൻറ്റീനയുടെ എല്ലാ തളർന്ന ഘട്ടങ്ങളിലും അവരെ 2 കൈപിടിച്ചുയർത്തിയ ഒരു കോച്ചായിട്ടുള്ള ലയണൽ സ്കലോണി, അദ്ദേഹം ഇതേപോലെ പ്രസിദ്ധനല്ലാത്ത ഒരു കോച്ചായിരുന്നു. അദ്ദേഹം അർജൻറ്റീനയിൽ വന്നതിനു ശേഷമാണ് എല്ലാവരും അറിയാൻ തുടങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ഡേവിഡ് കറ്റാല ജിമിനസ് എന്ന് പറയുന്ന കോച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിക്കഴിഞ്ഞാൽ ലോകം മൊത്തം ഫേമസ് ആകും. കാരണം പിന്നീട് നടക്കാൻ പോകുന്ന കാഴ്ച സ്കലോണിയുടേതാകുമെന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. കളി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, തുടങ്ങിയിട്ടില്ല. പക്ഷേങ്കിൽ ആ ഒരു മൊമെൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സ്കലോണിയാണ് ഓർമ്മ വരുന്നത്. സ്കലോണിയുടെ കാൽപാദം അർജൻറ്റീനയിൽ സ്പർശിച്ചതിനു ശേഷം കോപ്പ അമേരിക്ക, ലോകകപ്പ് തുടങ്ങി ഒരുപാട് കിരീടങ്ങളിൽ അർജൻറ്റീന മുത്തമിട്ടു. ഒരുപാട് ഫൈനൽ മത്സരങ്ങളിൽ കളിച്ചു. പറയുമ്പോൾ സ്കലോണി എന്ന് പറയുന്ന കോച്ച് അത്ര വല്ല ഹൈപ്പില്ലാത്തൊരു കോച്ചാണ്. എന്നിരുന്നാലും അർജൻറ്റീനയിൽ വന്നുകൊണ്ട് അത്ഭുതങ്ങളാണ് അദ്ദേഹം നടത്തിയിരുന്നത്. അതേപോലെ തന്നെ ഡേവിഡ് കറ്റാല ജിമിനസ് എന്ന് പറയുന്ന പരിശീലകൻ്റെ ഭൂതകാലം അത്ര നല്ല ശുഭകരമല്ല. കാരണം ഒരു ആവറേജിലും താഴെ പെർഫോമൻസാണ് കഴിഞ്ഞ സീസണുകളിലൊക്കെ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ സ്കലോണിയുടെ പോലെ തന്നെ ഒരു മാന്ത്രിക മായാജാലം ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞ ജേഴ്സിയിൽ കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.